സർ, അഖിൽമാരാരുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് സർ. കുറച്ച് സംശയങ്ങളുണ്ട്. അത് അഖിൽമാരാരുടെ ഞാൻ പോസ്റ്റ് വായിക്കാം. അപ്പോൾ ഓരോരോ കാരണങ്ങൾക്ക് സാർ എനിക്ക് മറുപടി തരണം എന്നുള്ളതാണ്. പോസ്റ്റ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ജനകീയ കോടതിയുടെ കട്ട് വേർഷൻ നിങ്ങൾ കണ്ട് ആസ്വദിച്ചു എന്നറിയുമ്പോൾ സന്തോഷം. ചർച്ച എഡിറ്റും കട്ടുമില്ലാതെ ലൈവായി നടത്താൻ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിലെ ആര് തയ്യാറായാലും ഒരു ഭാഗത്ത് വരാൻ ഞാൻ തയ്യാറാണ്. പിന്നീട് ചർച്ചയിലെ ചില ചോദ്യങ്ങൾ സംശയങ്ങളാണ്. അല്ല അല്ല അവിടെ തന്നെ നിർത്തിട്ട് ആ, എന്തിനാണ് പുള്ളി മുഖ്യധാരാ മാധ്യമങ്ങളിലാണ് പറയുന്നത്? വേറെ ഏതെങ്കിലും മാധ്യമം തയ്യാറാണെങ്കിൽ പുള്ളി തയ്യാറാവുന്നേ. വേറെ മനസ്സിലായി? അല്ല, ഞാൻ പറയണത് മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയം ഉണ്ടാവില്ലെന്ന് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ മറ്റേ 24 24 ന്യൂസോ കൈരളി ടിവിയോ അല്ലെങ്കിൽ മറ്റേ ന്യൂസ് മലയാളമോ ഇതുപോലെയുള്ള ഏതെങ്കിലും ചാനലുകൾക്ക് പ്രജകൾക്ക് തോന്നുന്നുണ്ടോ ഇതുപോലെ ഒരാളെ വിളിച്ച് ചലഞ്ചിന് ലൈവായിട്ട് വിവരക്കേട് അവർക്ക് കേൾപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അതില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യൂ? അഖിൽമാരാര് കുറ്റവാളി. ഈ പറയുന്ന അഭ്യാസം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കാര്യമാണ്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മാധ്യമങ്ങൾ ഏതെങ്കിലും ഓൺലൈൻ മാധ്യമമാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഉള്ളി അതുകൊണ്ടാണ്. അതെ. പിന്നെ അവർക്ക് അത് ചെയ്യാൻ കഴിയില്ല. പിന്നെ അല്ലെങ്കിൽ അവരുടെ ഓൺലൈൻ എഡിഷനിൽ മാത്രം അവർക്ക് ഇത്തരം പരീക്ഷണങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നടത്താൻ പറ്റും. പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതാണ് ഉള്ള ആദ്യത്തെ തന്ത്രം. ബാക്കി വായിച്ചു. ബാക്കി 10 സംശയങ്ങളാണ്. അതിൽ ആദ്യത്തേതാണ്. ഒന്ന്, എൻ ഡി എ മുന്നണിയിൽ നിന്ന് 10 ഒക്കെ ഉണ്ടോ? ഒരു 5 കുറച്ചുകൂടെ. കുറയ്ക്കാം സർ. കുറക്കാം. കുറക്കാം. അല്ല, ഞാൻ അഖിൽമാരോട് ചോദിച്ചു. ഓ, എൻ ഡി എ മുന്നണിയിൽ നിന്ന് മാറി വന്ന ഒരുവനെ അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിയിലെ ഒരു പാർട്ടി നേതാവിന്റെ സാമ്പത്തിക താല്പര്യങ്ങളെ തുറന്ന് പുറത്ത് വന്ന എനിക്കെതിരെ സംസാരിക്കാൻ എന്തിനാണ് ഒരു കോൺഗ്രസ് വക്താവിനെ വിളിച്ചത്? സാബു ജേക്കബ് കള്ളനാണെന്നും നരേന്ദ്രമോദിയെ തെറിവിളിച്ചു നടന്നിട്ട് ഇ ഡിയെ പേടിച്ച BJP-യുടെ കൂടെ പോയതാണെന്നും പറയുന്ന കോൺഗ്രസിന്റെ ജിൻഡോ എന്തിനാണ് സാബു ജേക്കബിനെതിരെ പറഞ്ഞ എനിക്കെതിരെ ചർച്ചയിൽ വന്നത്? ജിൻഡോ എന്തിനാണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഉം. അതവിടെ നിൽക്കട്ടെ, അത് ഞാൻ ചർച്ചയ്ക്ക് എടുക്കാം. അതിനു മുമ്പ് പുള്ളി പറഞ്ഞേക്കുന്ന ഒരു വാചകമുണ്ട്. സാബു ജേക്കബ് കള്ളനാണെന്നും നരേന്ദ്രമോദിയെ തെറിവിളിച്ച് നടന്നിട്ട് EDയെ പേടിച്ച് BJP-യുടെ കൂടെ പോയതാണെന്നും പറയുന്നുണ്ട്. ഒരു പാർട്ടി നേതാവിന്റെ സാമ്പത്തിക താല്പര്യങ്ങളെ തുറന്നു പറഞ്ഞ് പുറത്തു വന്ന് എനിക്കെതിരെ സംസാരിക്കാൻ കോൺഗ്രസ് വക്താവിനെ വിളിച്ചു. അപ്പൊ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ പുള്ളി ഏതാണ്ട് ഒരു മാസം മുമ്പ്, അതായത് 1.5 മാസം മുമ്പ് പറഞ്ഞിട്ടത് ശരിക്കും ആളുകളൊക്കെ പുള്ളിനെ വിളിച്ച് ചോദിക്കുന്നു, ഓഹോ നിങ്ങൾ 2020-ലെത്തി, അപ്പൊ ഇനി 2020 കലക്കും, നല്ല തീരുമാനം, മികച്ച തീരുമാനം എന്നാണ് പുള്ളി എന്ത് ചെയ്ത് പറഞ്ഞ്. അങ്ങനെ പുള്ളി നിലപാട് മാറ്റിയതിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. അല്ലാതെ പുള്ളി മറ്റേ വിളിച്ചു പറഞ്ഞ ഒരു തെളിവില്ലാത്ത സാബു ജേക്കബ് കള്ളനാണെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റും? സാബു ജേക്കബ് ആരുടെയെങ്കിലും പടം കണ്ടെടുത്തിട്ട് എന്തീ പറയടാ. അപ്പൊ നിങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. ജനകീയ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുന്നത് നിങ്ങളാണ്, അല്ല സാബു ജേക്കബ് അല്ല. അതെങ്കിലും മനസ്സിലായിട്ടില്ലേ? ജനകീയ കോടതിയിലേക്ക് രതീഷ് ചക്രവർത്തി വിളിച്ചാൽ എന്റെ നിലപാടുകളും എന്റെ ചോദ്യങ്ങളും എന്റെ ശരികളുമാണ്, അല്ലാതെ ഞാൻ ആരെങ്കിലും കുറിച്ച് പറഞ്ഞ ആരോപണം അവിടെ ചർച്ച ചെയ്യപ്പെടില്ല. ആ ആരോപണത്തിൽ എന്റെ ഉന്നയിക്കാനുള്ള എന്റെ ക്രെഡിബിലിറ്റി എന്താണെന്നുള്ളതാണ് അവിടെ എന്ത് ചെയ്യാൻ പോണത്, ചർച്ച ചെയ്യപ്പെടാൻ പോണത്. ഇതുവരെ ഇപ്പൊ OG സുനിൽ വിളിച്ചു, OG സുനിൽ പറഞ്ഞ വേറെ 10,000 പേരെ കുറിച്ച് പറഞ്ഞ ആരെങ്കിലും ചർച്ച ചെയ്തു? ചർച്ച ചെയ്തു അല്ലെങ്കിൽ വേറെ? അപ്പൊ അങ്ങനെ ആ പരിപാടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അതുപോലും മനസ്സിലാകാതെയാണ്. ഇനി അടുത്ത് ഞാൻ താങ്കളെ ഇപ്പൊ ഇത്രയും നീട്ടി വായിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. അടുത്ത് ഞാൻ BJP-യിലല്ല ചേർന്നത്, 2020-ലാണ്. ഗംഭീരം. ഏത് BJP നയിക്കുന്ന NDA-യിലെ വളരെ ചെറിയ ഈ അടുത്ത കാലത്ത് ചെയ്യുന്ന കാഴ്ചപ്പാടാണ് BJP-യുടെ വർഗീയത അനുകൂലിക്കാൻ കഴിയില്ല എന്നും വികസനത്തിനൊപ്പം നിൽക്കാമെന്നും. ഇത് തന്നെയാണ് നമ്മൾ ചോദിച്ചത്. അപ്പൊ 1.5 കൊല്ലം മുമ്പ് BJP-യുടെയും RSS-ന്റെയും വോട്ട് എന്നെ സഹായിക്കോ, ഞാൻ സ്വതന്ത്രരായി എന്നെ സഹായിക്കോ എന്ന് ചോദിച്ചാൽ വർഗീയത കൊണ്ട് അവർ സമ്പാദിച്ച വോട്ടുകളുടെ വിഹിതമാണ് താങ്കൾ എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. ഇപ്പൊ തൃക്കാക്കരയിലും അത് തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. അല്ലാതെ 2020-ക്ക് അവിടെ എത്ര വോട്ടുണ്ട്? അവിടെ കഴിഞ്ഞ തവണ ടെറി മത്സരിച്ചപ്പോൾ എത്ര വോട്ടുണ്ടായിരുന്നു? അപ്പൊ താങ്കൾക്ക് കിട്ടിയ ഭൂരിപക്ഷം വോട്ടുകളും അതിൻ്റെതാണ്. അപ്പൊ പിന്നെ ഈ ഡയലോഗിന്റെ ഒന്നും ആവശ്യം ഇല്ല. ഇനി പോട്ടെ, രാഷ്ട്രീയമായി മുന്നോട്ട് പോകാൻ 2020-ക്ക് താല്പര്യമില്ല. ഒരു മിനിറ്റ്. ആദ്യം പറഞ്ഞത് എന്താണെന്നറിയാമോ? സാബു ജേക്കബ് കള്ളനാണെന്നും നരേന്ദ്രമോദിയെ തെറിവിളിച്ച് നടന്നിട്ട് EDയെ പേടിച്ച് BJP-യുടെ കൂടെ പോയതാണെന്നും പറയുന്ന കോൺഗ്രസിന്റെ ജിൻഡോ എന്തിനാണ് ഇത് ചോദിച്ചത്? ഇതേ വർത്താനം അഖിൽമാരാരും പറഞ്ഞിട്ടുണ്ട്. ജിൻഡോ അല്ലല്ലോ, കോൺഗ്രസിന്റെ അല്ല, ഇതേ വർത്താനം അഖിൽമാരാരും പറഞ്ഞിട്ടുണ്ട്. ആ അഖിൽമാരാര് പറയുന്നത് 2020-ക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു, കൂടെ നിൽക്കാമായിരുന്നു. 3 കോടി എൻ്റെ രൂപയിൽ മേടിച്ചു, അതെന്ത് ചെയ്തില്ല, കിട്ടിയില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനൊന്നും ഒരു മറുപടി ആവശ്യമില്ല.
പിന്നെ ബൈക്ക് വിറ്റത് പച്ചക്കള്ളം എന്ന് പറഞ്ഞ് അലറിയതും സാബു സാർ എന്ന് പറഞ്ഞ പുള്ളിയെ ന്യായീകരിക്കാൻ എന്തിനാണ്? പുള്ളി ആരും ന്യായീകരിച്ചില്ല. ആകെ ഒറ്റ കാര്യമുള്ളൂ, അതിൽ താങ്കൾ പറഞ്ഞ ആരോപണങ്ങൾക്ക് വസ്തുതകളുടെ പിൻബലമോ തെളിവുകളുടെ പിൻബലമോ ഇല്ലാതെ അവിടെ നിന്നിട്ട് ഹാഷ്മി താജ് ഇബ്രാഹിമിന് മറ്റേ ഫേസ്ബുക്കിൽ എഴുതുന്നത് പോലെ സാബു കള്ളനാണെന്നൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. പുള്ളി കൊണ്ടേ മാനാട്ടത്തിന് കേസ് കൊടുത്താൽ എത്തിയേണ്ടി വരും. പുള്ളിയാകുമ്പോൾ അത് ചെയ്യുകയും ചെയ്യും 100%. അതുകൊണ്ട് മറ്റേ ഹാഷ്മി അവിടെ കയറി കിടക്കേണ്ടി വരും. പിന്നെ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ മാനാട്ടത്തിന് കാശും കൊടുക്കേണ്ടി വരും. മനസ്സിലായേ? അപ്പൊ അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല. പുള്ളി പറയുന്ന വിവരക്കേടൊന്നും അവിടെ ചെയ്യാൻ പറ്റില്ല. പിന്നെ സവർക്കറോ ഗാന്ധിയോ കോൺഗ്രസ് ആയിരുന്ന നിലപാട് വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. 4 വർഷം മുമ്പ് എൻ്റെ ഭാര്യ സന്തോഷത്തോടെ പറഞ്ഞ കാര്യങ്ങൾ വരെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന ഹാഷ്മി എന്താണ് പ്ലാൻ ചെയ്തത്? സന്തോഷത്തോടെ പറഞ്ഞതാണ്. മറ്റേ മുറ്റടിച്ച് കഴിയുമ്പോൾ ചപ്പ് ചവറുകൾ വാരിയിടുന്നു, ഡ്രസ്സ് അലക്കിയിട്ട് കഴിയുമ്പോൾ അതിൽ അഴുക്ക് പറ്റിച്ചിട്ട് ഒന്നുകൂടി അലക്കിയാൽ പോരെ എന്ന് ചോദിക്കുന്നതൊക്കെ എന്ത് സന്തോഷത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ അത് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചത് വേണമെങ്കിൽ തെറ്റായിപ്പോയി, വെക്കേണ്ട ആവശ്യമില്ലായിരുന്നൊക്കെ പുള്ളിക്ക് പറയാം. പക്ഷെ അത് സന്തോഷത്തോടെ എന്ന് പറയുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇനി അടുത്തത്, കൊടുങ്ങല്ലൂർ തൃപ്പൂണിത്തുറ മണ്ഡലങ്ങൾ ഉൾപ്പെടെ BJPക്കാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത മണ്ഡലങ്ങളിൽ നിർത്താൻ സ്ഥാനാർത്ഥി പോലും ഇല്ലാത്തൊരു പാർട്ടിക്ക് 19 സീറ്റ് നൽകിയത് എന്തിനാണെന്നും അതിന്റെ പേരിൽ സാബു ജേക്കബിന് BJPയിലേക്ക് തുകയും. ഇതിലൊരു കാര്യമുള്ളത്, പുള്ളി ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ അവർ വാർത്തകളാക്കുകയും വേറെ ചർച്ചകളൊക്കെ എന്ത് ചെയ്യുകയും ചെയ്യുമെന്ന് ഈവനിങ് ഡിബേറ്റുകളിലൊക്കെ ചർച്ച നടത്തുകയും അതിന് കിറ്റക് സാബുവിനെ വിളിക്കുകയും കിറ്റക് സാബുവിന്റെ നിലപാടുകൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ ഇത് അതിനുള്ള പരിപാടിയല്ല. ഈ ജനകീയ കോടതിയിലേക്ക് വന്നിട്ടുള്ള ആരെ വേണമെങ്കിലും നിങ്ങൾ എടുത്തു നോക്കുക, അത് അവരുടെ നിലപാടുകളും അവരുടെ ചിന്തകളും അവരുടെ ഈ പറയുന്ന പോലെ പൊള്ളത്തരങ്ങളും അവർക്ക് പറയാനുള്ള വാദങ്ങളും ഒക്കെ അവതരിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണെന്ത്. PV അൻവർ അവിടെ ചെന്നിരുന്നു, അന്നേരം PV അൻവർ പറഞ്ഞ ആരോപണങ്ങളാണോ ഡിസ്കസ് ചെയ്ത്? ആണോ? അത് എന്ത് ഇപ്പൊ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ പ്രോഗ്രാം എന്താണെന്ന് പോലും ഇവന് മനസ്സിലായിട്ടില്ലേ? ഇനി അടുത്തതാണ് എന്നെ അമ്പരപ്പിച്ചത്. മാപ്പ് 2 വിധം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹാഷ്മി കളിയാക്കി ചിരിച്ചു. മാപ്പ് 2 വിധം ഉണ്ട്, അത് കറക്റ്റാ. ഒന്ന് പച്ചയും ഒന്ന് മഞ്ഞയും. പിന്നെ ഒന്ന് ശരിക്കും 3 വിധം ഉണ്ട് മാപ്പ്. ഒന്ന് ചുമപ്പാണ്. അതവിടെ കേട്ടെ. ഹാഷ്മി നമുക്ക് ഒരു തെറ്റ് പറ്റിയാൽ, ഹാഷ്മി എന്നാണ് എഴുതിയേക്കുന്നത്, എനിക്ക് ഹാഷ്മി എന്നുള്ള മാറിപ്പോയതായിരിക്കും. നമുക്ക് ഒരു തെറ്റ് പറ്റിയാൽ അതിലൂടെ ആർക്കെങ്കിലും വേദന ഉണ്ടായാൽ മാപ്പ് പറയാം, ആ മാപ്പിലൂടെ മഹത്വം വരും. ആ മാപ്പല്ല സവർക്കർ പറഞ്ഞത് എന്ന് ഹാഷ്മി പറഞ്ഞാൽ ഞാൻ പറയും അതാണ് മാപ്പ് 2 വിധമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ യെല്ലോയും റെഡ് ഊട്ട് നിർത്താം, പച്ചയില്ലായിരുന്നു. എനിക്ക് തെറ്റുപറ്റി, പച്ചയില്ല. ഇനി മയക്കുമരുന്നും പെണ്ണുപിടിയുമായി നടക്കുന്ന കൊച്ചിയിൽ ഒരാളെ വിളിച്ചുകൊണ്ടെന്ന് വിളിപ്പിച്ചു കൊടുത്ത ഹാഷ്മിക്ക് സാബു ജേക്കബ് എത്ര തരുന്നു എന്നതാണ് ചോദ്യം. അതിനൊന്നും ഒരു മറുപടി അർഹിക്കുന്നില്ല. പുള്ളി മറ്റേ ഇയാളെയാണ് ഉദ്ദേശിച്ചേക്കണം, ഞാനിപ്പോ ഔജി. അപ്പൊ പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനൊക്കെ ഈ പറയുന്ന പോലെ മയക്കുമരുന്നും പെണ്ണുപിടിയെന്നൊക്കെ അഖിൽമാരാർക്ക് പറയാം, അതുപോലെ ഒന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അതിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ OG വളരെ കൂളായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടാണ്. ഓയാ എന്നൊക്കെ പറഞ്ഞു കമോണ്ടിയ ഒരു ഗുണ്ടയെ സ്വാധീനിക്കണം, കമോണ്ടിയ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തേക്കണം, മറുപടി പറഞ്ഞേക്കണം. അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു, പുള്ളിയുടെ നിലവിൽ മറുപടി പറഞ്ഞു. കാരണം പുള്ളിക്ക് അത് പറഞ്ഞിരിക്കാനുള്ള ഗട്സ് ഉണ്ട്, പറഞ്ഞിരിക്കാനുള്ള വകുപ്പുണ്ട്. പക്ഷെ പുള്ളിക്ക് ഇവനതില്ല. ഇനി തെരഞ്ഞെടുപ്പിന് എനിക്ക് അക്കൗണ്ടിൽ ഇട്ട് തന്ന 5 ലക്ഷം ഹാഷ്മിക്ക് കിട്ടിയ സോഴ്സ് എനിക്ക് ഊഹിക്കാം. അനി 5 ലക്ഷം കിട്ടിയത് ഇവനാണ്. ഇവൻ ഉദ്ദേശിച്ചേക്കണത് അതിന്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ സാക്കേറ്റക് സാബുവാണ്. അപ്പൊ നിങ്ങൾ അറിയേണ്ടത് ഹാഷ്മിക്ക് കിട്ടിയ ആ റെക്കോർഡിന്റെ സോഴ്സ് ഊഹിക്കാന്നാണ് ഇവൻ ഉദ്ദേശിച്ചേക്കണത്. റെക്കോർഡിന്റെ സോഴ്സ് ഊഹിക്കാനൊന്നുമില്ല, അത് കൃത്യമായിട്ട് സാബു കൊടുത്തായിരിക്കും, ഒരു സംശയമില്ല. കാരണം ഒരാളെ വിചാരണ ചെയ്യാൻ ജനകീയ കോടതിയിൽ വിചാരണ ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ അയാൾക്കെതിരെയുള്ള തെളിവുകളുടെയൊക്കെ ഡീറ്റെയിൽസ് അവൻ എന്ത് ചെയ്യും, കഴിയാവുന്നത്ര എടുക്കും. ആ എടുത്തതിന്റെ ഭാഗമായി എൻ്റെ പ്രിപ്പറേഷൻ ആണ്. അതിന് ഞാൻ ഹാഷ്മി അഭിനന്ദിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ കണക്ക് കാണിക്കാൻ സ്ഥാനാർത്ഥി പുതിയ അക്കൗണ്ട് എടുക്കണം. ആ അക്കൗണ്ടിൽ നിന്ന് ചെലവഴിക്കുന്ന ഓരോ തുകയും ബില്ലോടുകൂടിയ കണക്ക് കാണിക്കണമെന്നിരിക്കെ ആ ചോദ്യം കൊണ്ട് ഹാഷ്മി എന്താണ് ഉദ്ദേശിച്ചത്, എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ മതി. ഹാഷ്മി ഉദ്ദേശിച്ച നമുക്ക് മനസ്സിലായി.